Hi students, welcome to Easy Math Online Classes. Myself Vishnu. നമ്മൾ ഇന്ന് സെറ്റ് HSST ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള മാത്തമെറ്റിക്സിൻ്റെ ക്ലാസ്സുകൾ ഈസി മാത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഞാൻ തരാം. നമ്മൾ എല്ലാ ടോപ്പിക്കിൻ്റെയും മാത്തമെറ്റിക്സിലെ എല്ലാ ടോപ്പിക്കിൻ്റെയും അരമണിക്കൂർ ലെങ്തുള്ള വീഡിയോസ് ആയിട്ട് ആണ് നിങ്ങൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ വീഡിയോസ് നമ്മുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഒരു മൊബൈൽ ആപ്പുണ്ട്, ആപ്പിലും നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും കാണാം. എന്നാണോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഡേ മുതൽ എക്സാമിൻ്റെ ഡേ വരെ എത്ര തവണ വേണമെങ്കിലും ഏത് വീഡിയോ വേണമെങ്കിലും കാണാം, ഏത് സമയത്ത് വേണമെങ്കിലും കാണാം. ഈ കണ്ട വീഡിയോസിൻ്റെ ഓരോ ആഴ്ചയും നമ്മൾ പറയുന്ന വീഡിയോസ് കണ്ടതിന് ശേഷം ആ വീഡിയോസിൻ്റെ ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ്സുകൾ എല്ലാ ആഴ്ചയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സൗകര്യാർത്ഥമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ക്ലാസ്സിനോടൊപ്പം തന്നെ അസൈൻമെൻറ്റുകൾ ഗ്രൂപ്പിലൂടെ, നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിലൂടെ അസൈൻമെൻറ്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ അസൈൻമെൻറ്റുകൾ ചെയ്ത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. അത് മാത്രമല്ല, കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മൾ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോസിൽ, ആ ആഴ്ച കാണുന്ന വീഡിയോസിൽ ഏതെങ്കിലും ഡൗട്ടുകൾ മറ്റോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. ടീച്ചേഴ്സ് എപ്പോഴും അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് വാട്സപ്പിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ അല്ലെങ്കിൽ ആ ആഴ്ച എൻഡ് ചെയ്യുന്ന ആ ആഴ്ചയിലെ ദിവസത്തെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ ഏതെങ്കിലും പുതിയ ക്വസ്റ്റ്യനുകളോ നിങ്ങൾക്ക് കിട്ടാതെ വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസും ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ടീച്ചേഴ്സ് ഓൺലൈനായിട്ട് തന്നെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്കത് കണ്ടുപിടിക്കാം. അത് മാത്രമല്ല, അത് ബാക്കിയുള്ള കുട്ടികൾക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനി വീഡിയോ ക്ലാസ്സിൻ്റെ പ്രത്യേകത, നിങ്ങൾ വീഡിയോസ് ക്ലാസ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പകരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ യൂട്യൂബിലെ വീഡിയോസ് കാണും പോലെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്ത് കാണാം. അതായത് എപ്പോഴാണോ നിങ്ങൾ വീഡിയോ കാണുന്നത് ആ സമയത്ത് യൂട്യൂബ് സ്ട്രീമിംഗ് വഴിയാണ് വീഡിയോസ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈലിലെ അധികം ഡേറ്റയൊന്നും ആവത്തില്ല. നിങ്ങൾക്ക് മൊബൈലിൽ സാധാരണയുള്ള ഡേറ്റ വെച്ച് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോസ് എല്ലാം കണ്ടുപോകാം. നിങ്ങളെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെൻറ്റർ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി സെറ്റിൻ്റെ HSSTയുടെയും സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരേ രീതിയിലുള്ള സിലബസുകൾ തന്നെയാണ്. പിന്നെ HSST കൂടുതൽ കുറച്ച് പെരിഫറലി എല്ലാ ടോപ്പിക്കിലും കുറച്ച് വൈഡായിട്ട് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കും. ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാം. സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആ ടോപ്പിക്കിൽ തന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കിൻ്റെയും വളരെ ഡീപ്പായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ എടുത്ത് പോവുക. ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളുടെ അറേഞ്ച്മെൻറ്റ്സ്. ഇനി സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ 2 പേപ്പറുകളാണുള്ളത്, പേപ്പർ 1 പേപ്പർ 2. പേപ്പർ 1 2 പാർട്ടുണ്ട്, പാർട്ട് എ പാർട്ട് ബി. പാർട്ട് എയിൽ ജനറൽ നോളജും പാർട്ട് ബിയിൽ ടീച്ചിങ് ആപ്റ്റ്യൂഡുമാണ്. ജനറൽ നോളജ് 60 ക്വസ്റ്റ്യൻസ്, ടീച്ചിങ് ആപ്റ്റ്യൂഡ് 60 ക്വസ്റ്റ്യൻ, ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1 ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്സ്. പേപ്പർ 2ലേക്ക് വരികയാണെങ്കിൽ മാത്തമെറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് പേപ്പർ 2ലേക്ക് വരികയാണെങ്കിൽ 80 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മാത്തമെറ്റിക്സ് പേപ്പറിനും അതുപോലെ മാത്തമെറ്റിക്സ് സബ്ജക്റ്റിനും സ്റ്റാറ്റിക്സ് സബ്ജക്റ്റിനും 80 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1.5 മാർക്ക്, 1.5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ 80 × 1.5 എത്ര കിട്ടും, 120 കിട്ടും. മാത്സും സ്റ്റാറ്റും അല്ലാതെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 120 × 1 ടോട്ടൽ 120. ദാറ്റ് മീൻസ് സെറ്റിൻ്റെ 2 പേപ്പറുകളുടെ ചേർത്ത് 120 + 120 240 മാർക്സിനാണ് എക്സാം. ഇതിൽ സെപ്പറേറ്റ് പേപ്പർ കട്ട് ഓഫ് ഉണ്ട്. കഴിഞ്ഞ തവണയൊക്കെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ജനറലിന് 40, അതുപോലെ തന്നെ മാത്സിൻ്റെ കാര്യം പറയുന്നത് ജനറലിന് 40, അതുപോലെ തന്നെ പേപ്പർ 2 നമ്മുടെ രണ്ടാമത്തെ പേപ്പറിന് 40, അങ്ങനെയൊക്കെ ആയിരുന്നു കട്ട് ഓഫ്. എന്ന് വെച്ചാൽ 120 മാർക്കിന് 40 മാർക്ക് മതി കട്ട് ഓഫ് ജയിക്കാൻ. OBCക്കൊക്കെ വീണ്ടും താഴും, 35 30 ആയിട്ട് മാറും. പക്ഷേ ഈസിയാണെന്ന് വിചാരിക്കരുത്. കാരണം ഇതിൻ്റെയൊക്കെ വിജയ ശതമാനം വളരെ കുറവാണ്. 0.1 0.01 ഒക്കെയാണ്, പെർസെൻറ്റേജ് ഒക്കെയാണ് ഇവിടുത്തെ വിജയ ശതമാനം. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് ഇത് ഈസി ആയിട്ട് അങ്ങ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതാണ് പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, നെഗറ്റീവ് മാർക്കില്ല. ഓക്കെ, ഇപ്പോൾ സെറ്റിനെ കുറിച്ച്, എക്സാമിനെ കുറിച്ച് ഇതാണ് പറയേണ്ടത്. നമുക്ക് HSSTയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാമിൻ്റെ എക്സാം ഡേറ്റ് വന്നതിന് ശേഷം HSSTയെ കുറിച്ച് സംസാരിക്കാം.
ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇത് ക്വസ്റ്റ്യൻസിൻ്റെ അളവെന്ന് എനിക്കറിയത്തില്ല. നേരത്തേക്ക് 80-20 മോഡലിലായിരുന്നു. 80 സബ്ജക്റ്റും അതുപോലെ 20 ക്വസ്റ്റ്യൻസ് ജനറൽ സ്റ്റഡീസും ജനറൽ നോളജിന്നും ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ സബ്ജക്റ്റ് എക്സാംസിന് സബ്ജക്റ്റ് മാത്രമേ ചോദിക്കാവൂ എന്നൊക്കെ ഒരു റൂളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കോളേജ് ലെക്ചേഴ്സിൻ്റെ എക്സാമിന് PSC എക്സാമിന് ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം അവർ സിലബസും തരും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്നിരുന്നാലും കോർ സബ്ജക്റ്റിനൊന്നും യാതൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇതിൻ്റെ സ്കീമും കാര്യങ്ങളും എല്ലാം ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സിലബസിലേക്ക് വരാം. ഓക്കെ, സെറ്റിൻ്റെ സിലബസിലേക്ക് വരാം. സെറ്റിന് മാറ്റമില്ലല്ലോ, പണ്ട് മുതലേ ഉള്ള സിലബസ് ആണ്. ആ സിലബസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സെറ്റിൻ്റെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ആണ് ആ യൂണിറ്റിലുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ +2-ലൊക്കെ നിങ്ങൾ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള എന്തൊക്കെയാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതുപോലെ തന്നെ അനലിറ്റിക് ജോമെട്രി, അതുപോലെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, അങ്ങനെയുള്ള നമ്മൾ പെരിഫറലി സ്ട്രൈറ്റ് ലൈൻ, അങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകൾ, പ്രോബബിലിറ്റി, ബേസിക് പ്രോബബിലിറ്റി, അതൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത്. അപ്പം ഞാനിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ആ പാർട്ട് തന്നെയാണ്. ഓക്കെ, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ്, സെറ്റ്, ഫങ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിലേക്കാണ് നമ്മളിന്ന് കിടക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ സിലബസ് കാണാം എന്തൊക്കെയാണ് അതിൽ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഞാനിത് ആക്ച്വലി അതൊരു നമ്മുടെ +2-ൽ പഠിപ്പിക്കും പോലെ അങ്ങ് തിയററ്റിക്കലി ഫുൾ പഠിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പകരം ഞാനതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തിയറിയും കൂടെ പറഞ്ഞ് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് HSTക്കും ആവശ്യമുള്ളതാണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗമുള്ളൊരു കാര്യമാണ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ്. അപ്പോൾ അത് ഒരു 2-3 ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതങ്ങ് തറവാകും. അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റും തരാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കോർ സബ്ജക്റ്റുകളിലേക്ക് കടക്കാം. ഓൾജിബ്ര, അതുപോലെ റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ലീനിയർ ഓൾജിബ്ര, അബ്സ്ട്രാക്റ്റും ലീനിയർ ഓൾജിബ്ര, ദെൻ ടോപ്പോളജി, മെഷർ തിയറി. റിയൽ അനാലിസിസ് തന്നെ മെഷർ തിയറി ഉണ്ട്. അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഓർഡിനറിയും പാർഷ്യലും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫങ്ഷണൽ അനാലിസിസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ടുള്ള എല്ലാ കോർ സബ്ജക്റ്റും കോർ പേപ്പറുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒന്നാമത്തെ ടോപ്പിക്ക്, അതായത് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സിലെ ആ ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കാലം നമ്മൾ ഈ ടോപ്പിക്കുകളായിരിക്കും, ഈ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോവുക. എനിക്ക് തോന്നുന്നു 2019-ലെ സെറ്റ് എക്സാമിന് തന്നെ ഏകദേശം ഒരു 10ഓളം ചോദ്യങ്ങൾ ഈ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ്ലി അങ്ങോട്ട് പുറകിലോട്ടുള്ള എല്ലാ എക്സാമിനും ഈ ഫണ്ടമെന്റൽ കൺസെപ്റ്റിൽ നിന്ന് ഒരു 10ഓളം ചോദ്യങ്ങൾ ഉണ്ടാവും. അത് തന്നെ ആയപ്പോൾ തന്നെ 10 ചോദ്യങ്ങളായപ്പോൾ തന്നെ 15 മാർക്കായിരുന്നു. അപ്പോൾ 30-35 ഒക്കെയാണ് കട്ട് ഓഫ് എങ്കിൽ 15 മാർക്ക് അതിൽ തന്നെ ആയി. പിന്നെ ഒരു 20 മാർക്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സിലെ ബാക്കിയുള്ള സെക്ഷൻ. ഇതാണ് എലിമെന്ററി. ഒന്ന് വായിക്കാം. ആദ്യം സെറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്, അനലിറ്റിക് ജോമെട്രി, പിന്നെ അതുപോലെ തന്നെ എലിമെന്ററി കാൽക്കുലസ്, പ്രോബബിലിറ്റി തിയറി. ഈ 4 മോഡ്യൂളുകളാണ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സിലുള്ളത്. അപ്പോൾ അതിലെ പ്രോബ്ലംസ് അറിയാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിക്കൊന്നുമല്ല നമ്മൾ പോകുന്നത്. കാരണം അത് നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആയിരിക്കും. നിങ്ങൾ പലരും +1 +2 ക്ലാസ്സുകൾ എടുക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ആ ടോപ്പിക്കുകളെല്ലാം വളരെ ക്ലിയർ ആയി ഇരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഞാൻ ഓരോരോ ചോദ്യങ്ങളായിട്ട് ചെയ്യാം. ആ ചോദ്യത്തിന് ആവശ്യമുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ശരി, ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ? ഓക്കെ, ഇപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓരോ പ്രോബ്ലംസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം കാണാം. ഓക്കെ, ഞാൻ ചോദ്യം വായിക്കാം. ഇഫ് A, B, C be distinct rational numbers such that a plus b plus c equal to 0, then the equation ax square plus bx plus c equal to 0 has 2 non-real complex roots, 2 irrational roots, 2 rational roots, 1 rational but a root and 1 irrational root. അങ്ങനെയൊക്കെയാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഞാൻ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാം. ax² അല്ലേ, ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ എയും ബിയും സിയും എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. a, b, c ബിലോങ്സ് ടു റാഷണൽ നമ്പേഴ്സ് ആണ്. അത് മാത്രമല്ല ഈ കോഎഫിഷ്യന്റുകളായിട്ടുള്ള എയുടെയും ബിയുടെയും സിയുടെയും സം എടുത്ത് എന്ത് കിട്ടുകയും ചെയ്യും? 0 കിട്ടുകയും ചെയ്യും. ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, a പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0, അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് ഞാനൊരു x ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക.
പുട്ട് എക്സ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എടുത്ത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വാല്യൂവിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0 ഉണ്ട്, പക്ഷേ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വാല്യൂവിൽ എക്സ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ പ്ലസ് ബി പ്ലസ് സി കിട്ടും. ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് എ പ്ലസ് ബി പ്ലസ് സി 0 ആണെന്ന്. എ പ്ലസ് ബി പ്ലസ് സി 0 ആയതുകൊണ്ട് നമ്മളിവിടെ എന്താ ചെയ്തേ, ഇക്വേഷൻ്റെ എക്സ്പ്രഷനിൽ എക്സ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ ആൻസർ 0 കിട്ടി. അങ്ങനെ ആ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിൽ എക്സിന്റെ എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണോ അവിടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ 0 എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ therefore x equal to 1 is a root. അപ്പോൾ ഒരു റൂട്ട് മനസ്സിലായല്ലോ, x equal to 1. ആ രണ്ട് റൂട്ടുകളുടെ കാര്യം ചോദിച്ചത്, അവരുടെ നേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. കോംപ്ലക്സ് റൂട്ടുകളാണോ, റാഷണൽ റൂട്ട്സ് ആണോ, ഇറാഷണൽ റൂട്ട്സ് ആണോ, ഒരാൾ റാഷണൽ ഒരാൾ ഇറാഷണൽ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ രണ്ടാമത്തെ റൂട്ട് കൂടെ കണ്ടുപിടിക്കണ്ടേ, അതിന് നമ്മുടെ ഒരു ഐഡിയ ഉണ്ട്. നോക്കി, ഐഡിയ എന്തുവാ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ സം ഓഫ് ദി റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ. റൂട്ടുകളുടെ സം മൈനസ് ബി ബൈ എയും പ്രോഡക്റ്റ് സി ബൈ എയും. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടുകളും അവരുടെ കോഎഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷൻ. ഈ റിലേഷനിൽ ഞാൻ ഈ ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ എന്ന റിലേഷനോട് ഉപയോഗിച്ചാൽ ഒരു റൂട്ട് ആൽഫ 1 ആണെന്നറിയാം, ഇൻറ്റു ബീറ്റ, സെക്കൻഡ് റൂട്ട് ബീറ്റ ഈക്വൽ ടു സി ബൈ എ. അവിടെ നിന്ന് ബീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും, സി ബൈ എ എന്ന് കിട്ടും. അപ്പൊ റൂട്ട്സ് ആരൊക്കെയാണ്, റൂട്ട്സ് ആർ 1, സി ബൈ എ, 1, സി ബൈ എ. 1 റാഷണലാണ്, സി ബൈ എ റാഷണലാണ്. കാരണം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഡിസ്റ്റിങ്ക്ട് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ സിയും എയും ഒക്കെ റാഷണൽ നമ്പർ ആയതുകൊണ്ട് സി ബൈ എ റാഷണൽ നമ്പർ ആണ്. സോ 2 റാഷണൽ റൂട്ട്സ് ആണ് അവർക്ക് ഉണ്ടാവുക. ആക്ച്വലി ഇതൊരു തിയറമാണ്, തിയറം അല്ല, ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. അതൊരു നമ്മൾ പ്ലസ് ടുവിനെ സ്റ്റുഡൻസിനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഫോർ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 വിത്ത് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ ഇംപ്ലൈസ് റൂട്ട്സ് ആർ ആരൊക്കെയാണ്, 1 ആൻഡ് സി ബൈ എ. 1 സി ബൈ എ ആണ് റൂട്ടുകൾ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യൻ സമ്മ 0 ആവുകയാണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടുകൾ, ഒരു റൂട്ട് 1, അതുപോലെ മറ്റേ റൂട്ട് സി ബൈ എ. അതെങ്ങനെ വന്നു എന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത്, ഈ ഇക്വേഷൻ പറയാതെ ഞാൻ ആ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ഒരു ചോദ്യം ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കോഎഫിഷ്യൻസിന്റെ സമ്മ് നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക്, കോഎഫിഷ്യന്റെ സം 0 ആണെങ്കിൽ റൂട്ടുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോർമുലയിലേക്കോ ഫാക്ടറൈസേഷനിലേക്കോ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിലൊക്കെ ഒക്കെ പോവേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇപ്പോൾ നോക്കി, 2x² പ്ലസ് 3x മൈനസ് 5 ഈക്വൽ ടു 0 ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിയാൽ നിങ്ങൾ നോക്കിയേ, 3 + 2 5, 5 - 5 0 ആണ്. കോഎഫിഷ്യന്റ് സം 0 കിട്ടി. ഒരു റൂട്ട് 1, രണ്ടാമത്തെ റൂട്ട് സി ബൈ എ -5/2 പെട്ടെന്ന് കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഐഡിയ അറിയാമെങ്കിൽ ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ കാര്യം ചെയ്തതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊക്കെ 2019 ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ y = 3⁻⁻x. നമുക്കൊരു y = 3⁻⁻x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ദ കർവ് ലൈസ് എബോവ് എക്സ് ആക്സിസ്, കർവ് ലൈസ് എബോവ് എക്സ് ആക്സിസ് ഉണ്ട്. ദ കർവ് ഡസ് നോട്ട് പാസ് ത്രൂ ദി ഒറിജിൻ, ഒറിജിൻ വഴി പാസ് ചെയ്യുന്നില്ല. ദി കർവ് കട്ട്സ് ഓൺ ഓഫ് ദി ആക്സിസ്, ഏതോ ഒരു ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട്. ദ വാല്യൂ ഓഫ് y ഇൻക്രീസസ് വെൻ എക്സ് ഡിക്രീസസ്, എക്സ് കുറയുമ്പോൾ വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഓപ്ഷൻസ്. നമുക്ക് ഇത് വേണമെങ്കിൽ ജോമെട്രിക്കലായിട്ട് ചെയ്യാം, അല്ലാതെ നമ്മൾ പടമൊന്നും വരയ്ക്കുന്നില്ല, അല്ലാതെ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഓരോ ഓപ്ഷൻ വീതം എടുത്ത് അത് ശരിയാണോ നോക്കുക. ഇതിൽ നോട്ട് ട്രൂ ആണ്, എപ്പോഴും ശ്രദ്ധിക്കുക അതിന്റെ കാര്യം. നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആൻസർ അങ്ങ് എഴുതും. ക്വസ്റ്റ്യൻ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാ അല്ല, പകരം എന്താണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആരെന്നാണ് നോക്കാം നമുക്ക്. ദി കർവ് ലൈസ് അബോവ് ദി എക്സ് ആക്സിസ്. ഈ y = 3⁻⁻x എന്ന ഫംഗ്ഷന്റെ പ്രത്യേകത എന്തുവാണ്? ഇത് ആക്ച്വലി 1/3x ആണ് അല്ലേ, 1/3x. ഇതൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും 3 raised to
എന്ത് വന്നാലും അത് പോസിറ്റീവാണ് കിട്ടുക. 3 റേസ്റ്റ് പോസിറ്റീവ് വാല്യൂ എടുത്താലും 3 റേസ്റ്റ് നെഗറ്റീവ് വാല്യൂ എടുത്താലും ഒക്കെ എന്തായാലും പോസിറ്റീവ് ആൻസറുകളാണ് കിട്ടുക. കാരണം ഇപ്പം നോക്കി, ഇതിൽ തന്നെ ഞാൻ x ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ y ഈസ് ഈക്വൽ ടു 3 റേസ്റ്റ് മൈനസ് 1. അത് മറ്റാരുമല്ല 1/3 ആണ്. എന്നുവെച്ചാൽ നെഗറ്റീവ് വാല്യൂ 3യുടെ മുകളിൽ വന്നാൽ അത് 1/, ആയിട്ട് മാറുന്നേ ഉള്ളൂ. അല്ലാതെ ആൻസർ നെഗറ്റീവ് അല്ല, ആൻസർ എപ്പോഴും എന്ത് തന്നെ പോസിറ്റീവ് തന്നെ. അതുപോലെ ഇപ്പം ഞാൻ x ഈക്വൽ ടു -1 കൊടുത്താൽ y ഈസ് ഈക്വൽ ടു 3 റേസ്റ്റ് ടു -1 എന്ത് കിട്ടും? 3 റേസ്റ്റ് 1. അതും പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഓൾവേസ് വൈയുടെ ആൻസർ, എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും വൈയുടെ ആൻസർ പോസിറ്റീവ് ആണ്. സോ ഫോർ, ഇപ്പോൾ ഓരോ ഓപ്ഷനായിട്ട് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. ഫോർ എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് ബിലോങ്സ് ടു ആർ, വൈ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും ഫംഗ്ഷന്റെ വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. വൈ വാല്യൂസ് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫ് എവിടെ നിൽക്കത്തുള്ളൂ? പോസിറ്റീവ് വൈ ആക്സിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ എക്സ് ആക്സിന് മുകളിലോട്ടായിരിക്കും ഗ്രാഫ് വരിക. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞ കാര്യം ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, തെറ്റൊന്നുമില്ല, ശരിയാണ്. ദി കർവ് ഡസ് നോട്ട് പാസ് ത്രൂ ദി ഒറിജിൻ, കർവ് ഒറിജിൻ വഴി പാസ് ചെയ്യുന്നില്ല എന്നാണ്. നോക്കാം നമുക്ക്. ഈ ഒറിജിൻ എന്ന് വെച്ചാൽ 0,0 ആണ്. ഒറിജിൻ വഴി ഈ കർവ് പാസ് ചെയ്യുമായിരുന്നെങ്കിൽ എക്സിന് 0 എടുക്കുമ്പോൾ നമുക്ക് വൈയും എന്ത് തന്നെ കിട്ടണം? 0 തന്നെ കിട്ടണം. ഒറിജിൻ വഴി പാസ് ചെയ്ത് പോകുന്ന കർവ് ആണെങ്കിൽ ആ ഒറിജിൻ അതിലൊരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒറിജിൻ ആ കണ്ടീഷൻ, ആ കർവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുകയാണ്. അതായത് y ഈസ് ഈക്വൽ ടു 3 റേസ് ടു, എക്സിന്റെ പ്ലേസിൽ 0 കൊടുത്താൽ 3 റേസ് ടു -0, 3 റേസ് ടു 0 എന്താ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അതായത് എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1 ആണ്. ഒറിജിൻ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇറ്റ് ഈസ് നോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ കർവ് കട്ട്സ് വൺ ഓഫ് ദി ആക്സിസ്, ഒരു ആക്സിസിൽ, ഏതോ ഒരു ആക്സിസിൽ കട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ നോക്കാം. ഈ ആക്സിസ് കട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് 0 ആകുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കി, എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ, എക്സ് ഈക്വൽ ടു 0 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ ഈസ് ഈക്വൽ ടു 3 റേസ് ടു 0 1 എന്ന് കിട്ടും. അതായത് 0 1 ഒരു പോയിന്റ് ആണ്. ഇത് എക്സ് ആക്സിലെ പോയിന്റ് ആണല്ലോ, സോറി വൈ ആക്സിലെ പോയിന്റ് ആണല്ലോ. എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ വൈ കോർഡിനേറ്റ് 1 കിട്ടി, വൈ ആക്സിലെ പോയിന്റ് ആണ്. ദെയർഫോർ വൈ ആക്സിൽ അവൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി തിരിച്ച് വൈ ഈക്വൽ ടു 0 ഇട്ട് നോക്കാം. ഞാൻ വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു 0 ആകുന്നത് 3 റേസ് ടു -x 0 ആകുമ്പോഴാണ്, അല്ലെങ്കിൽ 1/3 റേസ് ടു എക്സ് എന്താകുമ്പോഴാണ്? 0 ആകുമ്പോഴാണ്. എക്സിന് നമ്മൾ ഇൻഫിനിറ്റി കൊടുത്താൽ മാത്രമേ 1/∞ 0 ആവത്തുള്ളൂ. ഇൻഫിനിറ്റി ഒരു റിയൽ നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് ഒരിക്കലും എക്സ് ആക്സിൽ എന്ത് ചെയ്യുന്നില്ല? ടച്ച് ചെയ്യുന്നില്ല. എക്സ് ആക്സിൽ ടച്ച് ചെയ്യുമ്പോഴാണ് വൈ കോർഡിനേറ്റ് എന്താകുന്നത്? 0 ആകുന്നത്. ഒരിക്കലും ഈ കർവിന്റെ വൈ ഈക്വൽ ടു 0 ആകുന്നില്ല. അപ്പോ ഈ കർവ് ഓൺലി കട്ടിന്റെ എന്ത്? വൈ ആക്സിസ്. ഓൺലി കട്ട്സ് ഇൻ ദി ഏത് ആക്സിസ്? വൈ ആക്സിസ്. ശരിയാണല്ലോ. അപ്പോൾ കർവ് കട്ട്സ് വൺ ഓഫ് ദി ആക്സിസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ആകെയുള്ളത് ദി വാല്യൂ ഓഫ് വൈ ഇൻക്രീസസ് വിത്ത് വെൻ എക്സ് ഇൻക്രീസസ്. അതാണ് ഇൻക്രീസസ് വെൻ വാല്യൂ ഓഫ് വൈ ഇൻക്രീസസ് വെൻ എക്സ് ഇൻക്രീസസ്. അതാണ് നമുക്ക് ആകെയുള്ള സ്റ്റേറ്റ്മെന്റ്. നമുക്ക് അതും കൂടെ ശരിയാണോ നോക്കാം. ഈ y ഈക്വൽ ടു 3 റേസ് ടു -x എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, y ഈക്വൽ ടു 3 റേസ് ടു -x എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച്, ആക്ച്വലി ഇത് 1/3 റേസ് ടു എക്സ് ആണ്. ആസ് എക്സ് ഇൻക്രീസസ്, എക്സിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് 3 റേസ് ടു എക്സ് ഡിനോമിനേറ്ററിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് വൈയുടെ വാല്യൂ എന്താ ചെയ്യുക? ഡിക്രീസിങ് ആണ്. ഇവരെ പറഞ്ഞേക്കുന്നത് എന്താണ്? എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ്, അതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അവർ ചോദിച്ചേക്കുന്നത് നോട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. അത് ഓപ്ഷൻ ഡി ആണ്. ശരിയല്ലേ? വേറെ രീതി പറഞ്ഞാൽ നമുക്ക് ഇവരുടെ ഗ്രാഫ് വരികയാണ് കേട്ടോ. ഈ y ഈക്വൽ ടു 3 റേസ് ടു -x ഗ്രാഫ്. ഇങ്ങനെ y ഈക്വൽ ടു 3 റേസ് ടു -x ഗ്രാഫ് വരിക. എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1. എന്തായാലും അത് 1ൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന കർവാ. ഇനി എക്സിന്റെ വാല്യൂ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ വൈയുടെ വാല്യൂ, എക്സിന്റെ വാല്യൂ മൈനസ് ആകുമ്പോൾ, നെഗറ്റീവ് ആകുമ്പോൾ നോക്കി, y ഈക്വൽ ടു 3 റേസ് ടു -x ആണ്. എക്സിന് നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ 3 റേസ് ടു പോസിറ്റീവ് ആൻസറാണ് കിട്ടുന്നത്. 3 റേസ് ടു പോസിറ്റീവ് ആൻസേഴ്സ് 3യുടെ പവേഴ്സാണ്, അതിങ്ങനെ കൂടി പോകും. പക്ഷെ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് കൊടുക്കുമ്പോൾ 3 റേസ് ടു മൈനസ് ആയിക്കൊണ്ടിരിക്കും, നെഗറ്റീവ് വാല്യൂസ് ആയിക്കൊണ്ടിരിക്കും. 3 റേസ് ടു മൈനസ് എന്ന് വെച്ചാൽ 1/3 റേസ് ടു ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് കൊടുത്തുകൊണ്ടിരുന്നാൽ, വലിയ ആൻസേഴ്സ് കൊടുത്തുകൊണ്ടിരുന്നാൽ വൈയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ദാ ഈ 0 1 എന്നുള്ള പോയിന്റ് വഴി പാസ് ചെയ്ത് പോകണം. നെഗറ്റീവിലോട്ട് വൈയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും, പോസിറ്റീവ് വരുമ്പോൾ വൈയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരിക? ഇതാ ഇങ്ങനെ വരിക. അതായത് എക്സ് പോസിറ്റീവ് ആവുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ കുറയും, എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടുന്നു.
അപ്പം ഇങ്ങനെ വേണമെങ്കിലും ഈ ഗ്രാഫിനെ നമുക്ക് ഗ്രാഫ് വരച്ച് വേണമെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും. കർവ് ലൈസ് എബോ എക്സ് ആക്സിസ് അത് ശരിയാണെന്നും, അതുപോലെ കർവ് ഡസ് നോട്ട് പാസ് ത്രൂ ദി ഒറിജിൻ ശരിയാണെന്നും, അതുപോലെ കർവ് കട്ട്സ് ഓൺ ഓഫ് ദി ആക്സിസ് ശരിയാണെന്നും, ദി വാല്യൂ ഓഫ് y ഇൻക്രീസസ് വെൻ എക്സ് ഇൻക്രീസസ് അത് തെറ്റാണെന്നും ഗ്രാഫ് വരച്ചാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. എന്നിരുന്നാലും ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിന്നീട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നു. ഓക്കെ ആണല്ലോ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കി, ദ ഡൊമൈൻ ഓഫ് ദി റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 5 ഇൻറ്റു 3 മൈനസ് എക്സ് ഈസ്. കുറേ ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണെന്നാണ് ചോദ്യം. ഡൊമൈൻ അറിയാലോ, എന്താണ് ഡൊമൈൻ എന്ന്? ഡൊമൈൻ എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവാൻ വേണ്ടി എക്സിന് കൊടുക്കുന്ന റിയൽ നമ്പർ വാല്യൂസ് ആണ് എന്ത്? ഡൊമൈൻ എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകണം ആ എക്സിൻ്റെ വാല്യൂസിന്. ഇതൊരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ്. നമ്മൾ പ്ലസ് ടുവിനൊക്കെ സാധാരണ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നതാണ്. ഇതൊരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ്. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകണമെങ്കിൽ റൂട്ടിനകത്തിരിക്കുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ്റെ പ്രത്യേകത, ഡൊമൈൻ അല്ലെങ്കിൽ നമ്മൾ ഡൊമൈനിൽ അപ്ലൈ ചെയ്യേണ്ട എക്സിന്റെ പ്രത്യേകത, ഈ സ്ക്വയർ റൂട്ടിനകത്ത് എന്തേ വരാൻ പാടുള്ളൂ? പോസിറ്റീവേ വരാൻ പാടുള്ളൂ. അതായത് എക്സ് മൈനസ് 3 ഇൻറ്റു 3 മൈനസ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 വന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അവിടുത്തെ കണ്ടീഷൻ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇൻഇക്വാളിറ്റിയാണ്. നിങ്ങൾ സാധാ ലീനിയർ ഇൻഇക്വാളിറ്റി പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പ്ലസ് 1 ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ക്വാഡ്രാറ്റിക് ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിന് ഇന്റർവൽ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ നമ്പർ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ക്വാഡ്രാറ്റിക് ഇൻഇക്വാളിറ്റി വന്നാൽ നിങ്ങൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് ഇതിന്റെ റൂട്ടുകൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഏത് ക്വാഡ്രാറ്റിക് ഇൻഇക്വാളിറ്റി ആണോ സോൾവ് ചെയ്യേണ്ടത്, ആ ഇൻഇക്വാളിറ്റിയുടെ ക്വാഡ്രാറ്റിക് പാർട്ടിനെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് 0 ഡിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഇതിനെ 0 ഡിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് മൈനസ് 5 ആണല്ലേ, എക്സ് മൈനസ് 3 അല്ല, എക്സ് മൈനസ് 5. നോക്കി, എക്സ് മൈനസ് 5 ആണ്. ഇതിനെ നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഈ ഫാക്ടറിനെ 0 ഡിക്കേറ്റ് ചെയ്യുക. 2 വാല്യൂസ് കിട്ടി. എക്സ് ഈക്വൽ ടു 5ഉം അതുപോലെ എക്സ് ഈക്വൽ ടു 3ഉം 2 വാല്യൂസ് കിട്ടി. ഇനി ഈ ടേണിംഗ് പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ നമ്പർ ലൈനിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഒരെണ്ണം 5ഉം ഒരെണ്ണം 3ഉം അല്ലേ. നോക്കി, എവിടെയാ 5 വരിക? 3 കഴിഞ്ഞിട്ടാണ് 5 വരിക. ഇവിടെ 3 വരും, ഇവിടെ 5 വരും. ഇനി ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് 3 ഇൻ്റർവെല്ലുകൾ കിട്ടി. ഏതൊക്കെയാ? ഒന്ന് മൈനസ് ഇൻഫിനിറ്റി 3, പിന്നെ ഒരു 3 5, പിന്നെ ഒരു 5 ഇൻഫിനിറ്റി. ഇനി ചെയ്യേണ്ടത്, ഈ ഇൻ്റർവെല്ലുകളിലെ 1 2 3 ഇവിടുത്തെ ഓരോത്തിലെയും റെപ്രസെൻറ്റേറ്റീവ്സിനെ എടുത്ത് ഈ ഇൻഇക്വാളിറ്റിയിൽ അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും റെപ്രസെൻറ്റേറ്റീവ് ഇഷ്ടമുള്ള പോയിന്റ്. ഇപ്പം മൈനസ് ഇൻഫിനിറ്റി 3യിലെ ഇഷ്ടമുള്ളൊരു പോയിന്റ് ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി 0 എടുത്തിടുകയാണെന്ന് വിചാരിച്ചോ. 0 എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള 0 എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 മൈനസ് 5 ഇൻറ്റു 3 മൈനസ് 0 3 നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ ഇതെടുക്കാൻ പാടില്ല. 3 5 എന്ന് പറയുന്ന അടുത്ത ഇൻ്റർവെല്ലിൽ ഏതെങ്കിലും റെപ്രസെൻറ്റേറ്റീവ് എടുക്കുക. ഞാൻ ഇതിനകത്തുള്ള 4 എടുക്കുകയാണ്. 3 4 5 എന്നല്ലേ. 4 എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ 4 മൈനസ് 5 മൈനസ് 1, 3 മൈനസ് 4 മൈനസ് 1. പ്രോഡക്റ്റ് എടുത്താൽ പോസിറ്റീവ് അല്ലേ കിട്ടൂ. അപ്പോൾ ഇതെടുക്കാം. സോ ഇതെടുക്കാം. 3 5 എന്നുള്ള ഇൻ്റർവെൽ എടുക്കാം. ഇനി 5 ഇൻഫിനിറ്റിയിലെ ഏതെങ്കിലും റെപ്രസെൻറ്റേറ്റീവ്, ഞാനൊരു 6 എടുക്കുകയാണെന്ന് വിചാരിക്കുക. എടുത്ത് അപ്ലൈ ചെയ്താൽ 6 മൈനസ് 5 1 ഇൻറ്റു 3 മൈനസ് 6. 3 മൈനസ് 6 എത്ര? മൈനസ് 3. പ്രോഡക്റ്റ് നെഗറ്റീവ് ആണ്, ഇതെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻ്റർവെൽ ആരാണ്? 3 മുതൽ 5 വരെയുള്ള ഇൻ്റർവെലാ. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് 3ഉം 5ഉം എടുക്കാം. കാരണം 3 അവിടെ ഇട്ടാലും 5 അവിടെ ഇട്ടാലും ഈക്വൽ ടു 0. ആ ഇൻഇക്വാളിറ്റിയിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ആ ടേണിംഗ് പോയിന്റുകളിലൂടെ കൺസിഡർ ചെയ്യണം. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 3, ക്ലോസ്ഡ് ഇൻ്റർവെൽ 5. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നായിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ഡൊമൈൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഫ്രാക്ഷനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഡിനോമിനേറ്റർ 0 ആവരുത് എന്ന കണ്ടീഷനോട് ഉപയോഗിക്കേണ്ടി വരും. ലോഗരിതം ആണെങ്കിൽ ലോഗരിതം അപ്ലൈ ചെയ്യപ്പെടുന്നത് പോസിറ്റീവ് നമ്പേഴ്സിൽ മാത്രമാണ്. ആ കൺസെപ്റ്റ് ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ ഡൊമൈൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കി, ദ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ടു ദ പരാബോള y² മൈനസ് 2x മൈനസ് 6y പ്ലസ് 5 ഈക്വൽ ടു 0 അറ്റ് ദ പോയിന്റ് മൈനസ് 2 3 ഈസ്. നമുക്കൊരു പരാബോള തന്നിട്ട് ആ പരാബോളയുടെ ടാൻജന്റ് ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാം. ഞാൻ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ഫോമുല പറഞ്ഞുതരാം. ഫോമുല ഇങ്ങനെയാണ്. ഇപ്പോൾ നോക്കി,
നമുക്കൊരു വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ഒരു പരാബോള ഉണ്ടെങ്കിൽ, പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് x1 y1 എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയറിനെ നമ്മൾ y എന്നിട്ട് y1 കൊടുക്കുക. y1 ഈസ് ഈക്വൽ ടു 4a ഉണ്ടല്ലോ, അതിൻ്റെ പകുതി 2a എടുത്തിട്ട് എക്സിൻ്റെ പ്ലേസിൽ x പ്ലസ് x1. ഇതാണ് ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ടു എ പരാബോള. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ആണെങ്കിൽ, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay ആണെങ്കിൽ ഇതുപോലെ തന്നെ. പക്ഷെ അതിന് മാറ്റം വന്നാൽ വെർട്ടെക്സ് ഒക്കെ മാറി മാറി സ്റ്റാൻഡേർഡ് പരാബോള അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോഡൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന രീതി അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ അത് വേറെ രീതിയിലൊക്കെ മാറ്റി എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാൾ എളുപ്പമുള്ള മാർഗ്ഗം, ഇങ്ങനെയൊക്കെ മാറ്റി എഴുതുന്നതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആണ്. ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ dy/dx കണ്ടുപിടിച്ച് അതിൽ ഈ -2 അപ്ലൈ ചെയ്യുക, എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ തന്നിരിക്കുന്ന ഇക്വേഷൻ എടുക്കുകയാണ്. വൈ സ്ക്വയർ -2x -6y + 5 = 0. ഞാൻ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. 2y ഡാഷ് -2 -6y ഡാഷ് = 0. 2y ഡാഷും 6y ഡാഷും y ഡാഷ് പുറത്തു പോയാലോ, 2y -6 = 2 എങ്കിൽ y ഡാഷ് is equal to 2 divided by ഒരു 2 അങ്ങ് വെളിയെടുത്താൽ y -3, 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. ഇതിലേക്ക് പോയിന്റ് -2 3 അല്ലേ, ഈ -2 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഡാഷ് is equal to 3 കൊടുത്തു കഴിഞ്ഞാൽ 1/0 is equal to എന്ത് കിട്ടും, ഇൻഫിനിറ്റി. y ഡാഷ് dy/dx ആണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. സോ m is equal to എന്തായി, ഇൻഫിനിറ്റി ആയി. നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് y - y1 is equal to m × x - x1. അതല്ലേ ഇക്വേഷൻ, അതിവിടെ അപ്ലൈ ചെയ്താൽ y - y1 y -3 is equal to m ഇൻഫിനിറ്റി കിട്ടിയല്ലോ, m ഇൻഫിനിറ്റി ആണ്. സോ ഇൻഫിനിറ്റി × x - x1. ഇപ്പോൾ x - x1 വാല്യൂ ഉണ്ട്, x - x1 അല്ല, x എത്ര -2, x + 2. ഇതിലൊരു കാര്യം, ഈ ഇൻഫിനിറ്റി നമുക്ക് എന്തായാലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x + 2 അവിടെ ഇട്ടിട്ട് ആ 1/∞ എടുത്ത് താഴെ കൊണ്ടുവരിക. സോ 1/∞ × y - 3. 1/∞ 0 അല്ലേ, സോ x + 2 = 0, x + 2 = 0, ഓപ്ഷൻ എ. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഫോമിൽ ഒടിച്ച് വെച്ചേക്കുക. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ ആ മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പോൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx ആണ്. dy/dx ൽ -2 3 അപ്ലൈ ചെയ്തു, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തു. ഇൻഫിനിറ്റി വരുമ്പോൾ ഇൻഫിനിറ്റി × എ നമ്പർ, അത് നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഫിനിറ്റിയെ 1/∞ കൊണ്ടുവന്ന് 0 ആക്കി മാറ്റുക. അതിനാ 1/∞ കൊണ്ടുവന്ന് 0 ആക്കി മാറ്റുന്നേ ഉള്ളൂ. സോ x + 2 = 0. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The number of common tangents to the circle x² + y² = 36 and x² - 6x + y² = 0. നമ്പർ ഓഫ് കോമൺ ടാൻജൻസിന്റെ ഒരു ചോദ്യമാണ് വന്നേക്കുന്നത്. ഓക്കെ, ഈ നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് അറിയാവോ? ഇവിടെ രണ്ട് സർക്കിൾസ് ഡിസ്ജോയിന്റ് ആയിട്ടിരിക്കുന്ന സർക്കിൾസ് ആണെങ്കിൽ ഇവിടെ എത്ര കോമൺ ടാൻജന്റ് ഉണ്ടെന്ന് അറിയാവോ? 1, 2, പിന്നെ ഒരെണ്ണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇവിടെ നിന്നൊരു 3, ഇവിടെ നിന്നൊരു 4, ഇത്രയും, അതായത് 4 കോമൺ ടാൻജന്റുകളാണ് ഇവർക്കുള്ളത്. കോമൺ ആയിട്ടുള്ള ടാൻജന്റുകൾ മുകളിൽ കൂടെ ഒരെണ്ണം, താഴെ കൂടെ ഒരെണ്ണം, ഈ രണ്ട് സൈഡിൽ കൂടെയും, അങ്ങനെ 4 കോമൺ ടാൻജന്റുകളാണ് ഈ സിറ്റുവേഷനകത്തുള്ളത്. ഇനി സർക്കിളുകൾ ഇന്റർസെക്റ്റ് പുറത്ത് അല്ലെങ്കിൽ എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ കോമൺ ടാൻജൻസിന്റെ എണ്ണം എത്രയാ? ഇവിടെ ഒരെണ്ണം 1, ഇവിടെ ഒരെണ്ണം 2, പിന്നെ ഒരെണ്ണം 3. 3 കോമൺ ടാൻജന്റുകളാണ് ഉണ്ടാവുക. ഈ സാഹചര്യത്തിൽ 3 കോമൺ ടാൻജന്റുകളാണ് ഉള്ളത്. ഇനി സർക്കിളുകൾ എക്സ്റ്റേണലി ഇന്റർസെക്റ്റ് ഇൻ 2 പോയിന്റ്സ് ഇങ്ങനത്തെ രീതിയിലാണ് വരുന്നതെങ്കിലോ എത്ര കോമൺ ടാൻജൻസ് ഉണ്ടാവും? 1, 2, 2 കോമൺ ടാൻജൻസ് ആണ് ഉണ്ടാവുക. ഈ സിറ്റുവേഷനിൽ 2 കോമൺ ടാൻജൻസ് ആണ് ഉണ്ടാവുക. ഇനി സർക്കിളുകൾ ഇങ്ങനെ വരികയാണെങ്കിലോ, അതായത് ഇന്റേണലി ഇങ്ങനെ 2 പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര കോമൺ ടാൻജൻസ് ഉണ്ടാവും? ഒറ്റ കോമൺ ടാൻജന്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു സർക്കിളിനുള്ളിലാണ് മറ്റേ സർക്കിൾ വരുന്നതെങ്കിലോ അവിടെ കോമൺ ടാൻജന്റുകളൊന്നുമില്ല. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 0 കോമൺ ടാൻജന്റുകളൊന്നുമില്ല. അപ്പോൾ ഇതാണ് സർക്കിളുകളുടെ കോമൺ ടാൻജന്റ് പ്രത്യേകത.
അപ്പോൾ അവരുടെ ജോമെട്രി മനസ്സിലാക്കിയാൽ മാത്രമേ ആ ലെങ്ത് അവർ ഇന്റർസെക്റ്റിംഗ് ആണോ ഇന്റേണലി ആണോ എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കോമൺ ടാൻജന്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ചോദ്യം നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 36 അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36. ഇവന്റെ സെന്റർ നോക്കിയാൽ സെന്റർ ഇസ് ഈക്വൽ ടു ഇത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ രൂപത്തിലാണ്. സെന്റർ ഇസ് ഈക്വൽ ടു 0,0, റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു 6. സെന്റർ 0 0യും റേഡിയസ് 6 ആയിട്ടുള്ള ഒരു സർക്കിളാണിത്. രണ്ടാം സർക്കിൾ നോക്കി, അത് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഈ സർക്കിളിന്റെ ജനറൽ ഫോമിൽ നിന്ന് സെന്ററും റേഡിയസ് കണ്ടുപിടിക്കാൻ അറിയാലോ നിങ്ങൾക്ക്. എന്താണ് സർക്കിളിന്റെ ജനറൽ ഫോം? ഇങ്ങനെയാണ് സർക്കിളിന്റെ ജനറൽ ഫോം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഇതാണ് സർക്കിളിന്റെ ജനറൽ ഫോം, അതായത് എക്സ്പാൻഡഡ് ഫോം. ഇതിൽ നിന്ന് സെന്റർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. സെന്റർ ഇസ് ഈക്വൽ ടു ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് 2g ഇല്ലേ, എക്സിന്റെ കോഎഫിഷ്യന്റ് 2g, അതിന്റെ ഹാഫ് g എടുത്തൊരു നെഗറ്റീവ് കൊടുക്കുക. വൈയുടെ കോഎഫിഷ്യന്റ് 2f ഇല്ലേ, അതിന്റെ ഹാഫ് f എടുത്തൊരു നെഗറ്റീവ് കൊടുക്കുക. ഇതാണ് സെന്റർ. റേഡിയസ് എടുക്കുകയാണെങ്കിൽ, ഈ സർക്കിളിന്റെ റേഡിയസ് എടുക്കുകയാണെങ്കിൽ, റേഡിയസ് ഈക്വൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ. നമ്മുടെ കോൺസ്റ്റന്റ് ടൈം ഇല്ലേ, അതിനൊരു മൈനസ് കൂടെ കൊടുത്താൽ മതി, -c. അതാണ് സെന്റർ റേഡിയസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ജനറൽ ഫോമിൽ ഇരിക്കുന്ന സർക്കിളിന്റെ സെന്റർ റേഡിയസ് നമുക്ക് ഇങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ തന്നിരിക്കുന്ന സർക്കിളിന്റെ സെന്റർ എന്തെന്ന് കിട്ടും? സെന്റർ ഇസ് ഈക്വൽ ടു എക്സിന്റെ കോഎഫിഷ്യന്റ് -6 പകുതി -3 3. വൈയുടെ കോഎഫിഷ്യന്റ് ഇല്ല, സോ 0 3 0 സെന്ററും. അതുപോലെ ഇവന്റെ റേഡിയസ് എടുത്തു കഴിഞ്ഞാലോ, റേഡിയസ് r ഈക്വൽ ടു റൂട്ട് ഓഫ് 9 c എന്ന് പറയുന്ന നമ്പർ ഇല്ല, അതുകൊണ്ട് 3. അപ്പൊ സെന്റർ 0 3 0യും റേഡിയസ് 3യും. ഇവന്റെ ചെറിയൊരു ഫിഗർ നമുക്ക് വരച്ചു നോക്കാം. അത് വരച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള ലെങ്ത് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇവനെ മനസ്സിലായ സ്ഥിതിക്ക് ഇവന്റെ ഫിഗർ വെച്ച് നോക്കുന്നതാണ് നല്ലത്. സെന്റർ 0 0 റേഡിയസ് 6, അതാണ് വലിയ സർക്കിൾ. സെന്റർ 0 0 റേഡിയസ് 6. പിന്നെ സെന്റർ 3 0, സെന്റർ 3 0. അപ്പോൾ ഇത് 6,0, ഇത് 3,0 എങ്കിൽ റേഡിയസ് എത്രയാണ്? റേഡിയസ് 3. റേഡിയസ് 3 ആണെങ്കിൽ രണ്ടാം സർക്കിൾ എങ്ങനെ വരും? സെന്റർ 3 0യും റേഡിയസ് 3യും. അപ്പോൾ ദാ ഒറിജിൻ വഴി പാസ് ചെയ്യുകയും ഇവൻ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നതായിട്ടുള്ള സർക്കിൾ അല്ലേ. കറക്റ്റ് ടോട്ടൽ ആ ലെങ്ത് ഡിസ്റ്റൻസ് 6 ആണ്. സെന്റർ 3 0 റേഡിയസ് 3 ആകുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഇന്റേണലി ഒരു പോയിന്റ് ടച്ച് ചെയ്യും. ദെയർഫോർ ആക്ച്വലി ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ഞാൻ വരച്ചപ്പോൾ ഇതിങ്ങനെ ആയിപ്പോയതാണ്. ആക്ച്വലി ടച്ച് ചെയ്യണം ഇവിടെ തന്നെയാണ്, ഇങ്ങനെ. അതായത് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്. അതായത് കോമൺ ടാൻജൻസിൻ്റെ എണ്ണം എത്രയാണ്? 1. ഒറ്റ കോമൺ ടാൻജൻറ്റേ ഉള്ളൂ. നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് എത്രയാണ്? ഒരെണ്ണം. ഒറ്റ കോമൺ ടാൻജൻറ്റേ ഉള്ളൂ. അപ്പോൾ ആൻസർ എത്രയാണ്? 1. ഓപ്ഷൻ ബി 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, ഗ്രാഫ് വരച്ച് നോക്കുക, പെട്ടെന്ന് എഴുതി പോവാം. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത കാര്യം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇഫ് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ആർ ദി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി സ്ട്രൈറ്റ് ലൈൻ, ദെൻ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ എത്രയെന്നാണ് ചോദ്യം. ഈ ഡയറക്ഷൻ കൊസൈനും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ. ഡയറക്ഷൻ കൊസൈൻ എന്താണെന്ന്. ഇപ്പോൾ 2 ഡയമെൻഷനിലെ ഒരു ലൈനിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ലൈനിന്റെ ഓറിയന്റേഷൻ പറയാൻ വേണ്ടി നമുക്ക് സ്ലോപ്പ് ഉപയോഗിക്കാം. 3 ഡയമെൻഷനിലാണെങ്കിൽ സ്ലോപ്പ് ഉപയോഗിച്ച് പറ്റില്ല. കാരണം അതിന് എക്സ് ആക്സിൽ ഒരു ചരിവുണ്ടാവും, വൈ ആക്സിൽ ചരിവുണ്ടാവും, ഇസഡ് ആക്സിലും ചരിവുണ്ടാവും 3Dയിലെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ. ആ സാഹചര്യത്തിൽ 2 ഡയമെൻഷനിലെ സ്ലോപ്പിന് പകരം 3 ഡയമെൻഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ചരിവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, ഈ ഡയറക്ഷൻ കൊസൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. ഇപ്പോൾ 3Dയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഇതാണ് 3Dയിലെ സ്ട്രെയിറ്റ് ലൈൻ. ഒരു L എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈൻ എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, എക്സ് ആക്സുമായിട്ട് പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ ആൽഫ, പോസിറ്റീവ് വൈ ആക്സുമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ ബീറ്റ, പോസിറ്റീവ് ഇസഡ് ആക്സുമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ ഗാമ എങ്കിൽ ഇവരുടെ കോസ് വാല്യൂസ് ആണ് ഡയറക്ഷൻ കൊസൈൻസ്. L is equal to cos alpha, M is equal to cos beta, അതുപോലെ N is equal to cos gamma. ഇവരുടെ പ്രത്യേകത L സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഡയറക്ഷൻ കൊസൈനുകളുടെ സ്ക്വയറുകളുടെ സം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. വേറൊരു കാര്യോട് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഒരു സ്ട്രൈറ്റ് ലൈൻ എടുക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ ഡയറക്ഷൻ കൊസൈൻ എന്ന് വെച്ചാൽ 3Dയിലാണ്. 3Dയിലെ കാര്യം പറയുന്നത്. 3Dയിലെ ഒരു സ്ട്രൈറ്റ് ലൈൻ എടുത്താൽ അവൻ്റെ ഈ ഡയറക്ഷൻ പറയുന്നത് നമ്മൾ വെക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്.
3D ഒരു സ്ട്രൈറ്റ് ലൈൻ എൽ തന്നിരുന്നാൽ അവനെ നമ്മൾ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന സ്ലോപ്പ് പോലെ 3Dയിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വെക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ലൈനിന് പാരലായിട്ട് കിടക്കുന്ന ഒരു വെക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവനെ ഈ ലൈൻ ഈ വെക്ടറിന് പാരലാണ്, അല്ലെങ്കിൽ ഈ വെക്ടറിന് പാരലായിട്ടുള്ള ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത് പാരൽ വെക്ടറിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ പാരൽ വെക്ടറിലെ ഇപ്പൊ ഞാൻ ഈ വെക്ടർ ഒരു ബി എന്ന മറ്റോ എടുക്കുകയാണെങ്കിൽ, ഈ വെക്ടർ ഞാനൊരു ബി എന്ന് എടുക്കുകയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു ഒരു AI പ്ലസ് BJ CK എന്ന മറ്റോ എടുക്കുകയാണെങ്കിൽ, ഈ പാരൽ വെക്ടറിന്റെ കമ്പോണന്റുകളായിട്ടുള്ള എനെയും ബിനെയും സിനെയും വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. A, B, Cയെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഈ യൂണിറ്റ് വെക്ടറിലെ ബി എന്ന് പറയുന്ന പാരൽ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ, ഈ ബി പാരൽ വെക്ടർ ആണെങ്കിൽ ഒരുപാട് ബികൾ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ റേഷ്യോസ് ഇഷ്ടം പോലെ എണ്ണം ഉണ്ടാവും. പക്ഷേ ഈ ബിയുടെ ആ പാരലൽ യൂണിറ്റ് വെക്ടറിലെ അത് ഒറ്റയാളെ കാണുള്ളൂ. ഇവിടുത്തെ ഒരു പാരലൽ യൂണിറ്റ് വെക്ടർ, ബിയുടെ ഒരു യൂണിറ്റ് പാരലൽ വെക്ടർ എടുത്താൽ അത് ഒരാളെ കാണത്തുള്ളൂ. ആ യൂണിറ്റ് വെക്ടറിന്റെ കമ്പോണന്റുകളാണ് ആക്ച്വലി ഡയറക്ഷൻ കൊസൈൻസ്. എന്ന് വെച്ചാൽ ഡയറക്ഷൻ കൊസൈനിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണെങ്കിലും ജോമെട്രിക്കലി ഡയറക്ഷൻ കൊസൈൻ എന്ന് വെച്ചാൽ ഒരു ലൈനിന്റെ അല്ലെങ്കിൽ ഒരു വെക്ടറിന്റെ ആയിക്കോട്ടെ യൂണിറ്റ് വെക്ടറിന്റെ കമ്പോണന്റുകളാണ്. ലൈനിനാണെങ്കിൽ ലൈനിന്റെ പാരലൽ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന്റെ കമ്പോണന്റുകളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബി ക്യാപ്പ് കണ്ടുപിടിക്കുമല്ലോ, ഈ ബി എന്നുള്ള വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ബി ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ ബി ക്യാപ്പ് ഇസ് ഈക്വൽ ടു AI പ്ലസ് BJ പ്ലസ് CK ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ എന്ന് എഴുതിയിട്ട് ഈ കമ്പോണന്റ് വൈസ് നമ്മൾ ഡിവൈഡ് ചെയ്താൽ A ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ I, then B by root of A square plus B square plus C square J plus C by root of A square plus B square plus C square into K. ഇങ്ങനെ എടുക്കുന്ന ആ A by root of B by root of C by root of ഈ ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വിളിക്കുക. ആക്ച്വലി അത് തന്നെയാണ് ഈ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ എടുക്കുമ്പോഴും കിട്ടുന്നത്. ദാറ്റ് ഈസ് LI പ്ലസ് MJ പ്ലസ് NK. ഇപ്പൊ ജോമെട്രിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ എന്ന് വെച്ചാൽ ലൈനിന്റെ പാരലൽ വെക്ടേഴ്സിന്റെ കമ്പോണന്റും, ഡയറക്ഷൻ കൊസൈൻ ആണെങ്കിൽ പാരലൽ യൂണിറ്റ് വെക്ടറിന്റെ എന്തുമാണ്? കമ്പോണൻസും ആണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു പോയപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ് അറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇത് ആവശ്യമില്ല, ജസ്റ്റ് ആ ഫോമിൽ മാത്രം മതി. ഇപ്പൊ നമുക്കറിയാം ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. കോസ് സ്ക്വയർ ആൽഫയെ 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ, 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ, 1 മൈനസ് സൈൻ സ്ക്വയർ ഗാമ ഈസ് ഈക്വൽ ടു 1. ഇതെല്ലാം കൂടെ അപ്പുറത്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 1 ഉണ്ട്, ഈ 1 ക്യാൻസൽ ആയി പോയി, ഈ 3 വരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈസ് ഈക്വൽ ടു 2. ആൻസർ എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. അടുത്ത ദിവസം നോക്കി. ലെറ്റ് f of x be the function on the set of real numbers defined by f of x equal to 2 plus x minus greatest integer x minus 2, where greatest integer x denote the greatest integer less than or equal to x. Then the range of x, f എന്താണെന്നാണ് ചോദ്യം. ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താണെന്നാണ് ചോദ്യം. ഇതിനകത്ത് ഈ ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഫംഗ്ഷൻ വന്നതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നോക്കി, നമ്മളിപ്പോൾ നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നമ്പർ ലൈനിൽ വാല്യൂസ് അടയാളപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒരു 0, then 1, then 2, then 3, പുറയിലേക്ക് ഇതുപോലെ -1, -2 ഈ വാല്യൂസ് എല്ലാം അടയാളപ്പെടുത്തിയാൽ നമ്മൾ എടുക്കുന്ന റിയൽ നമ്പർ ലൈനിൽ നമ്മൾ ഏത് റിയൽ നമ്പർ ആണോ കൺസിഡർ ചെയ്യുന്നത് ആ റിയൽ നമ്പറിന്റെ ഇടതുവശത്തുള്ള ഇൻഡിജറുകളിൽ ഏറ്റവും വലുത്, ആ റിയൽ നമ്പറിന്റെ ഇടതുവശത്തുള്ള ഇൻഡിജറുകളിൽ ഏറ്റവും വലുത്, ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഓഫ് ദാറ്റ് നമ്പർ എന്ന് വിളിക്കുക. ഇപ്പോൾ ഞാൻ ഈ 0ക്കും 1 ഇടയ്ക്കുള്ള റിയൽ നമ്പർ എടുത്തു. ഇപ്പോൾ ഉദാഹരണത്തിന് 0.5. ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ വാല്യൂ നോക്കിയാൽ ഇതിന്റെ പുറകിലേക്കുള്ള ഇൻഡിജറുകൾ ആരൊക്കെയാ? 0, -1, -2 ഇവരെല്ലാം ഇതിന് പുറകിലോട്ടുള്ള ഇൻഡിജേഴ്സാണ്. അതിൽ ഏറ്റവും വലിയ ഇൻഡിജർ ആരാണ്? 0 ആണ്. അല്ലെങ്കിൽ എടുക്കുന്ന റിയൽ നമ്പർ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇൻഡിജറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ എന്ന് വിളിക്കുക. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ 0.5 0. ഇപ്പോൾ ഞാൻ 1.7 എടുക്കുകയാണെങ്കിലോ 1.7ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ വാല്യൂ 1. അതുപോലെ ഞാനിപ്പോൾ 2.1 എടുക്കുകയാണെങ്കിലോ 2.1ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ വാല്യൂ എത്ര? 2. ഞാനിപ്പോൾ 3 എടുക്കുകയാണെങ്കിലോ ഇതാ ഇവിടെ പറയുന്നുണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. നമ്മൾ എടുക്കുന്ന എക്സ് ഇൻഡിജർ ആണെങ്കിൽ ആ ഇൻഡിജർ തന്നെയായിരിക്കും ആൻസർ. ഇനി ഇടതുവശത്തോട്ട് പോയി കഴിഞ്ഞാലോ ദാ ഇവിടെ ഒരു നമ്പർ എടുത്തു, ഒരു -0.3 എന്നൊരു നമ്പർ എടുത്താൽ ഇവന്റെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ വാല്യൂ എത്രയാണ്? -1 ആണ്.
കാരണം അവൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഇൻറ്റിജർ വാല്യൂ എത്രയാ? -1 ആണ്. പോസിറ്റീവ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ നോക്കി, ഏതിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ. 1.7 ആയപ്പോൾ 1 ആയി, 2.1 ആയപ്പോൾ 2 ആയി. പക്ഷേ നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ -0, നമ്മൾ 0 എന്ന് വിചാരിക്കരുത്, അത് -1 ആണ്. നമ്മൾ നമ്പർ ലൈൻ നമ്മൾ വിചാരിച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻറ്റിജർ എടുത്താൽ മതി. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിയൽ നമ്പർ എക്സിൽ നിന്ന് അവൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് ദാ ഇങ്ങനെ ഒരു നമ്പറാണ്. ഇതിനെ വിളിക്കുന്ന പേര് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദി നമ്പർ എന്ന് വിളിക്കും. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്. 1.5 നിന്ന് 1 മൈനസ് ചെയ്താൽ 0.5. അതുപോലെ ഒരു റിയൽ നമ്പറിൽ നിന്ന് അവൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് മൈനസ് ചെയ്താൽ പിന്നെ കിട്ടുന്നത് അവൻ്റെ ഡെസിമൽ വാല്യൂ ആണ്. ഓക്കെ, 1.35. 1.35 ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എത്രയാ? 1 ആണ്. 1.35 നിന്ന് 1.35ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ മൈനസ് ചെയ്താൽ കിട്ടുന്നത് 0.35. ഈ 0.35 നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന രീതിയാണ് എന്ത്? അതായത് 1.35യുടെ എന്ത് വാല്യൂ? ഡെസിമൽ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട്, അല്ലെങ്കിൽ അവന് ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഞാനിത് എന്തിനിങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അത് പെട്ടെന്ന് കിട്ടത്തില്ല, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷെ നല്ല ഈസിയാണ്. ഈ ഫംഗ്ഷൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ആരാ? നോക്കിയേ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 + x മൈനസ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് മൈനസ് 2 അല്ലെ? ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് മൈനസ് 2 ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഇട്ട് നോക്കി റേഞ്ച് വാല്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു എക്സ് 2 + x ഉണ്ടല്ലോ, അതിന് ഒരു എക്സ് ഒരു -2 ആഡ് ചെയ്യുന്നു. -2 എടുക്കുന്നു, ഒരു +2 ഇടുന്നു വാല്യൂന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി. പിന്നെ എന്തുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. അപ്പോൾ തൊട്ട് ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് x+2 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് മൈനസ് 2 എന്ന് എഴുതിയിട്ട് ഒരു -2 +2 കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ എക്സും ഈ -2 കൂടെ ചേർന്ന് x-2 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് മൈനസ് 2, പിന്നെ ഈ 2ഉം 2 കൂടെ ചേർന്ന് +4 എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതെന്താണെന്ന് നോക്കിയാൽ, ആക്ച്വലി ഈ x-2നെ ഞാനൊരു y എന്ന് കൊടുത്താൽ y മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ y +4 എന്ന രൂപത്തിലല്ലേ? വൈയിൽ നിന്ന് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ y കുറച്ചു, വൈയിൽ നിന്ന് വൈയുടെ ഇൻറ്റിജർ പാർട്ട് കുറച്ചാൽ അവൻ്റെ ഫ്രാക്ഷണൽ പാർട്ടേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിൻ്റെ ആൻസറുകളെല്ലാം 4 + y ആണ്. 4 + y അല്ല, 4 പ്ലസ് ഫ്രാക്ഷണൽ പാർട്സ്. ബൈ ഫ്രാക്ഷണൽ പാർട്സ് എന്ന് വെച്ചാൽ എന്താ? 0.1, 0.2, 0.3. ഇപ്പോൾ 4.1, 4.2, 4.3. ഇപ്പം 4 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന y എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന y എന്ന് പറയുന്ന ആൻസർ എന്താ? ഒരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ y - y എന്തായി പോകും? 0 ആയി പോകും. 4 സ്റ്റാർട്ട് ചെയ്ത് 4ന്റെ കൂടെ ഫ്രാക്ഷണൽ പാർട്ട് ആഡ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റേഞ്ച് എന്ത് കിട്ടും? റേഞ്ച് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 4. ഫ്രാക്ഷണൽ പാർട്ട് 0.1, 0.2, 0.3, 0.44 അങ്ങനെ പോയി 0.999 അതൊക്കെ വരാം. അപ്പോൾ 4.9999 എന്ന് വെച്ചാൽ ഓപ്പൺ ഇൻ്റർവൽ 5. ഒരിക്കലും എന്താവില്ല? 5 ആവില്ല. ഫ്രാക്ഷണൽ പാർട്ട് പോയിന്റ്, ഡെസിമൽ നമ്പേഴ്സ് എല്ലാം 0.9999 അങ്ങനെയൊക്കെ വരുന്ന നമ്പേഴ്സ് വരെ മാത്രമേ വരത്തുള്ളൂ. അതാണ് അതിൻ്റെ എക്സ്ട്രീം. 5 വരത്തില്ല, എന്താ 1 വരത്തില്ല. ആ 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് ആണ് ഡെസിമൽ നമ്പേഴ്സ്. 0.1, 0.2 അങ്ങനെ. അപ്പോൾ അപ് ടു എന്താ? 5 വരില്ല, 5ന് തൊട്ട് മുമ്പുള്ള റിയൽ നമ്പർ വരെ. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 4, ഓപ്പൺ ഇൻ്റർവൽ 5. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു നമ്പറിൽ നിന്ന് അവൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് മൈനസ് ചെയ്താൽ പിന്നെ അവൻ്റെ ഫ്രാക്ഷണൽ പാർട്ടാണ് ആൻസർ ആയിട്ട് കിട്ടുക. ഫ്രാക്ഷണൽ പാർട്ട് മറ്റൊന്നുമല്ല, എന്താ? പോയിന്റ്, ഡെസിമൽ വരുന്ന നമ്പേഴ്സ്. ഓക്കെ, അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ x-2ഉം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x-2ഉം കൂടെ ചേർന്ന് നമുക്ക് y മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ y എന്ന് കണക്കാക്കി 4 പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് എഴുതി. 4നെക്കാളും കൂടുതൽ, 4 സ്റ്റാർട്ട് ചെയ്ത് 4നെക്കാളും കൂടുതൽ, എന്നാൽ 5 എത്തത്തില്ല. 5 എത്തണമെങ്കിൽ ആഡ് ചെയ്യേണ്ട ഫ്രാക്ഷണൽ പാർട്ട് എത്രയാവണം? 1 ആവണം. 1 ഒരിക്കലും വരത്തില്ലല്ലോ. 0.999 അങ്ങനെയല്ലേ അതിൻ്റെ എക്സ്ട്രീം വരിക. സോ അപ് ടു 5, ഓപ്പൺ ഇൻ്റർവൽ 5. ഓക്കെ ആണല്ലോ?